ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇയർസ്കയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ടീറാക്ക് ലിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അവിടേക്ക് ഫാ വരുന്നത് കണ്ടിട്ട് ടീറാക്ക് ഫായോടൊപ്പം പോകുന്നത് വരെയാണ്. അതിനുശേഷം ഹിയയെയും റിയോയെയാണ് കാണിക്കുന്നത്. ഹിയയാണെങ്കിൽ ഐസ്ക്രീം കുടിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവൻ്റെ ചുണ്ടിൽ ഐസ്ക്രീം പറ്റുന്നത് കണ്ടിട്ട് റിയോയാണെങ്കിൽ അത് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹിയയാണെങ്കിൽ റിയോയോട് പറയുകയാണ് താങ്ക്സ് ബഡ്ഡിന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് റിയോയാണെങ്കിൽ ഹിയയുടെ താണ്ടി പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ബഡ്ഡിയോ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ കൈ തട്ടിയിട്ട് പറയുകയാണ് അതെനിക്ക് വേദനിച്ചെന്ന്. അതിനുശേഷം അവനാണെങ്കിൽ വീണ്ടും ഐസ്ക്രീം കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് റിയോയാണെങ്കിൽ വാ തുറന്നിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഹിയ അവന് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. അവൻ വെച്ച് കൊടുക്കുന്ന രീതിയൊക്കെ കണ്ടിട്ട് റിയോ പറയുകയാണ് ഞാനാണ് ഈ ഐസ്ക്രീം വാങ്ങിച്ചത്, പക്ഷേ നീ കാണിക്കുന്നത് കണ്ടാൽ നീ വാങ്ങിയതുപോലെ തോന്നുന്നു. പിന്നെ നീ എൻ്റെ അടുത്തുള്ള സമയത്ത് നിൻ്റെ ഹാർട്ട് ബീറ്റ് ഉയരാറുണ്ടോ എന്നും അവൻ ചോദിക്കുന്നു. അപ്പോൾ ഹിയ പറയുന്നു നീ എനിക്ക് ജസ്റ്റ് ഒരു ഫ്രണ്ടാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഇല്ലെന്ന്. അത് കേട്ടിട്ട് റിയോ ചോദിക്കുന്നു എന്നാൽ നമുക്ക് ഫേക്കായിട്ട് ഡേറ്റ് ചെയ്താലോ എന്ന്. അത് കേട്ടിട്ട് ഹിയ ചോദിക്കുന്നു നീ ടീറാക്കും ഫായും ചെയ്തതാണോ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു അതേന്ന്. ഇത് കേട്ടിട്ട് ഹിയ പറയുന്നു അയ്യോ അതൊന്നും വേണ്ട, അതൊക്കെ നല്ല വീടാണെന്ന്. അപ്പോൾ റിയോ പറയുന്നു പ്ലീസ് ഡാ എന്ന്. അങ്ങനെ അവസാനം ഹിയയാണെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. അതിനുശേഷം റിയോയാണെങ്കിൽ ഹിയയെ കിസ് ചെയ്യാണ്. അതേപോലെ ഹിയയും തിരിച്ച് റിയോയെ കിസ് ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ലീയയും ജയ്യയാണ്. അപ്പോൾ ലീയ ആണെങ്കിൽ പറഞ്ഞുകൊണ്ട് വരികയാണ് ടീറാക്കാണെങ്കിൽ നല്ല സ്ട്രെസ്ഡാണ്, എനിക്ക് തോന്നുന്നത് അവൻ നല്ല പേടിച്ചിരിക്കുകയാണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞതൊന്നും തന്നെ ജയ് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അവൻ ചോദിക്കുന്നുണ്ട് ജയ് നീ സ്ട്രെസ്ഡ് ആണോ എന്ന്. അപ്പോൾ അവൻ പറയാണ് ഞാൻ സ്ട്രെസ്ഡാണ്, ഞാൻ ടീറാക്കിനെ കുറിച്ച് ഓർത്തിട്ടാണ് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ലീ പറയുന്നു നീ സ്ട്രെസ്ഡ് ആകേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പം അവൻ ഫായുടെ കൂടെയാണ് ഉള്ളത്, അതുകൊണ്ട് ഫാ എന്തായാലും അവനെ ബെറ്ററായിട്ട് ഫീൽ ആക്കിക്കോളും, അതുകൊണ്ട് നീ അത് ഓർത്ത് പറയാകണ്ട. പിന്നെ ജയോട് ചിരിക്കാനും പറയുന്നുണ്ട്. അവൻ ചിരിക്കാതിരിക്കുന്നത് കണ്ടിട്ട് ലീ അവനോട് പറയാണ് നീ എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചിരിക്കുന്നത്. അങ്ങനെ ജയ്യാണെങ്കിൽ ചിരിക്കുകയാണ്. ചിരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനാണെങ്കിൽ ഒരു ജ്യൂസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ജയ് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ലീ ചോദിക്കുകയാണ് അടുത്തതായിട്ട് നീ കഫേയിലോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ജയ് പറയുന്നു ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല, കാരണം ഞാനിന്ന് എൻ്റെ കാറിലല്ല വന്നിരിക്കുന്നതെന്ന്. ഇത് കേട്ടിട്ട് ലീ ചോദിക്കുകയാണ് അല്ല നീ സാധാരണ കാറിലല്ലാതെ വരുന്ന ദിവസം എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നതെന്ന്. ഇത് കേൾക്കുന്ന ജയ് പറയുകയാണ് സാധാരണ അങ്ങനെയുള്ള ദിവസം ഞാൻ മോട്ടോർ സൈക്കിൾ ടാക്സിയിലാണ് പോകുന്നതെന്ന്. അത് കേട്ട് ടെൻഷനായ ലീ ചോദിക്കുകയാണ് നീ മോട്ടോർ സൈക്കിൾ ടാക്സിയിലാണോ പോകുന്നത്, അതൊക്കെ നല്ല ഡേഞ്ചറസ് അല്ലേ, നീ ഹഗ് ചെയ്യേണ്ടിയൊക്കെ വരില്ലേന്ന്. ഇതൊക്കെ കേട്ടിട്ട് ജയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. എന്നിട്ട് ലീ പറയുകയാണ് ഇന്ന് ഞാൻ നിനക്ക് ലിഫ്റ്റ് തരാം, എൻ്റെയിലും മോട്ടോർ സൈക്കിൾ തന്നെയാണുള്ളത്, അതിനേക്കാൾ ഫാസ്റ്റായിട്ട് ഞാൻ വണ്ടി ഓട്ടിക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ജയ് ചോദിക്കുന്നുണ്ട് ഇന്ന് നീ എനിക്ക് ലിഫ്റ്റ് തരാമെന്നോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു അതേടാ നീ വാ എന്ന്. അങ്ങനെ ലീ ഒത്തിരി ശ്രമിച്ചിട്ട് അവസാനം അവൻ പറയുന്നുണ്ട് ഓക്കേന്ന്. ഇത് കേട്ട് സന്തോഷമായ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ കൂടെ പോകുന്നുണ്ട്. അടുത്ത സീനിൽ ടീറാക്ക് ഫായും കൂടെ കഴിക്കാനിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ടീറാക്ക് ഒന്നും കഴിക്കാതിരിക്കുന്നത് കണ്ടിട്ട് ഫാ ചോദിക്കുന്നുണ്ട് ടീറാക്ക് നീ കുറച്ചല്ലേ കഴിച്ചോളൂ, നിൻ്റെ വയറ് ഫുള്ളായോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു ഫുള്ളായെന്ന്. ഇവനിങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നത് കണ്ടിട്ട് ടീറാക്കിനോട് ഫാ ചോദിക്കുന്നുണ്ട് ടീറാക്ക് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, നീ ഓക്കെ ആണോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു അത് പിന്നെ അച്ഛന് മനസ്സിലായി എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഫാ ചോദിക്കുന്നു അതിനെന്തിനാ നീ വറിയാകുന്നേന്ന്. ഇത് കേട്ടിട്ട് ടീറാക്ക് പറയുന്നത് എൻ്റെ അച്ഛൻ കരുതിയിരിക്കുന്നത് നീ ഒരു ഗേൾ ആണെന്നാണ്, ഞാനാണെങ്കിൽ പപ്പിയോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ കേട്ടിട്ടാണ് അങ്ങനെ വന്ന് പറഞ്ഞത്. അതുമാത്രമല്ല ഗ്രാൻഡ് ബേയുടെ ബർത്ത്ഡേ പാർട്ടിയിലെന്ന് ഫാമിലിക്ക് നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് എൻ്റെ പേരൻസ് നിന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുമോ എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഫാ പറയുന്നു അതൊന്നും സാരമില്ല, എനിക്ക് മനസ്സിലാകും, എന്തായാലും നിൻ്റെ പേരൻസിൻ്റെ അപ്രൂവൽ കിട്ടാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന്. എന്നിട്ട് അവന് പ്രോമിസ് കൊടുക്കുന്നുമുണ്ട്. അവനാണെങ്കിൽ ആ പ്രോമിസ് അക്സെപ്റ്റ് ചെയ്യണ്. അതിനുശേഷം ടീറാക്കിനോട് ഫാ പറയണ് എന്തായാലും നമുക്ക് ഒരുമിച്ച് നിൻ്റെ ഗ്രാൻഡ് ബേയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാം, പിന്നെ നീ നിൻ്റെ ഫാമിലിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനും ഫാ ടീറാക്കിനോട് പറയുന്നുണ്ട്. അപ്പോൾ ടീറാക്ക് പറയണ് ഞാൻ ആദ്യമേ ഗ്രാൻഡ് ബേയെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം, ഗ്രാൻഡ് ബേ നല്ല കൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്, അതുപോലെ ഗ്രാൻഡ് ബേക്ക് ചെസ് ഒരുപാട് ഇഷ്ടമാണ്, പിന്നെ ഗ്രാൻഡ് ബേ എനിക്ക് കോക്കോ ഡ്രിങ്ക്സും ഉണ്ടാക്കി തരാറുണ്ടെന്ന്. ടീറാക്ക് പറയുന്നതെല്ലാം ഫാ ആണെങ്കിൽ നല്ല ശ്രദ്ധയോടെ കേൾക്കുന്നുമുണ്ട്. അവിടെ ഹിയയും റിയോയും ആണെങ്കിൽ മാളിലൂടെ നടക്കുകയാണ്. ഈ സമയം റിയോ ആണെങ്കിൽ ഹിയയുടെ അടുത്തേക്ക് വരികയാണ്. അത് കണ്ടിട്ട് ഹിയ അവനെ തള്ളി മാറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിൻ്റെ കുഴപ്പമാ, നീ എന്തിനാ എന്നെ ഇങ്ങനെ നെർവസ് ആക്കുന്നതെന്ന്. ഇത് കേട്ട റിയോ ആണെങ്കിൽ ഹിയയുടെ ഷർട്ടിലെ പോക്കറ്റിൽ കൈ ഇട്ടിട്ട് എന്തോ നോക്കുന്നുണ്ട്. അപ്പോൾ ഹിയ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ വെറുതെ ഹഗ് ചെയ്യുന്നതെന്ന്. അപ്പോൾ റിയോ പറയുന്നു അവൻ എന്തോ ഹിയയുടെ പോക്കറ്റിൽ നിന്ന് എടുക്കാനുണ്ടെന്ന്.
ഹിയയാണെങ്കിൽ കൈ മാറ്റിയിട്ട് വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പം റിയോ ചോദിക്കുന്നുണ്ട്, ഡേ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേലേ ഉള്ളു, വാ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അപ്പം ഹിയ പറയുന്നു എനിക്ക് വിശക്കുന്നെന്ന്. ഇത് കേട്ടിട്ട് റിയോ ചോദിക്കുന്നുണ്ട്, ഡേ നീ ഇപ്പോൾ അങ്ങോട്ട് കഴിച്ചതല്ലേ ഉള്ളെന്ന്. അപ്പോൾ ഹിയ പറയുന്നു എനിക്ക് ഇനിയും വേണം, എനിക്ക് ഡെസേർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇനി അത് വാങ്ങിച്ചു കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ അവൻ്റെ പിന്നാലെ റിയോയും പോകുന്നുണ്ട്. അവിടെ പറഞ്ഞതുപോലെ ഫായും ടീറാക്കുവാണെങ്കിൽ ഗ്രാൻഡ് ബേയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിട്ടുണ്ട്. ഫായാണെങ്കിൽ ഗ്രാൻഡ് ബേക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഈ സമയം അവിടെ അമ്മ വരുന്നുണ്ട്. അമ്മയെ കണ്ടുടനെ ഫായാണെങ്കിൽ ഹലോ പറയുന്നുണ്ട്. അങ്ങനെ അമ്മയും തിരിച്ച് അവനോട് ഹായ് പറഞ്ഞിട്ട് ടീറാക്കിനെയും ബേബിനെയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ ഫായും ഗ്രാൻഡ് പേയും കൂടെ ചെസ്സ് കളിക്കുകയാണ്. അങ്ങനെ ചെസ്സ് കളിക്കുന്ന സമയം ഗ്രാൻഡ് ചോദിക്കുന്നു എൻ്റെ ബർത്ത്ഡേക്ക് നിന്നെ ബേബാണോ ക്ഷണിച്ചതെന്ന്. അപ്പോൾ അവൻ പറയുന്നു ആക്ച്വലി എന്നെ ക്ഷണിച്ചത് ടീറാക്കാണെന്ന്. അപ്പോൾ ഗ്രാൻഡ് ചോദിക്കുന്നു ടീറാക്ക് നീ നല്ല ക്ലോസ് ആണല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു അതേ ക്ലോസ് ആണ്, എനിക്ക് ടീറാക്കിനെ ഇഷ്ടമാണെന്ന്. അത് കേട്ടിട്ട് അപ്പൂപ്പൻ പറയുന്നു ഒരാളുടെ ഹാർട്ട് വിൻ ചെയ്യുന്നതൊക്കെ അത്ര ഈസി അല്ലെന്ന്. അപ്പോൾ ഫാ പറയുന്നു അതെനിക്കറിയാം, പക്ഷേ ഞാൻ ഗീവ് അപ്പ് ചെയ്യില്ലെന്ന്. അപ്പോൾ ഗ്രാൻഡ് ബയ്ക്ക് ഇവൻ നല്ല ഒരാളാണെന്ന് തോന്നിയിട്ടായിരിക്കാം പറയുന്നുണ്ട് ടീറാക്കിന് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്ന്. ഇത് കേട്ടിട്ടാണെങ്കിൽ ഫാക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. ആ സന്തോഷത്തോടെ തന്നെ അവനാണെങ്കിൽ ഗ്രാൻഡ് ബയോട് താങ്ക് യു പറയുന്നുണ്ട്. അപ്പൂപ്പന് ഫായെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. അവിടെ അമ്മയാണെങ്കിൽ ഗ്രാൻഡ് ചോദിച്ചതുപോലെ തന്നെ ചോദിക്കുകയാണ് ബേബ് നീയാണോ ഫായെ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിച്ചതെന്ന്. ഇത് കേട്ടിട്ട് ബേബിനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ അവളെ നിൽക്കുകയാണ്. ഈ സമയം ടീറാക്കാണെങ്കിൽ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട് അത് പിന്നെ ഫായ ഇവിടേക്ക് ക്ഷണിച്ചത് ഞാനാണെന്ന്. അപ്പം അമ്മ ചോദിക്കുന്നു നീയാണോ ഇവിടേക്ക് ഫായെ ക്ഷണിച്ചതെന്ന്. അമ്മയ്ക്കാണെങ്കിൽ ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് അമ്മ പറയാണ് നിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു നിനക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും അത് നിൻ്റെ സീനിയർ ആണെന്നും അതുപോലെ പേര് ഫായാണെന്നും. ഇത്രയും പറഞ്ഞിട്ട് അമ്മയാണെങ്കിൽ കുറച്ച് നേരം ഒന്നും മിണ്ടാതെ നിന്നിട്ട് സങ്കടമൊക്കെ പിടിച്ചു നിർത്തിയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര നാളായി ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു അധിക കാലമൊന്നും ആയിട്ടില്ല, ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളെന്ന്. അങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട് നീ ഇതുകൊണ്ടാണോ സ്ട്രെസ്ഡ് ആയിട്ടിരുന്നേന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു അതേന്ന്. അങ്ങനെ അമ്മയാണെങ്കിൽ കരയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവനോട് അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്ത് കരഞ്ഞിട്ട് അവനോട് പറയാണ് ടീറാക്ക് നിനക്കറിയാലോ നീ ആരെ ചൂസ് ചെയ്താലും എനിക്കത് ഓക്കെയാണ്, നീ ഹാപ്പി ആയിരുന്നാൽ മതി, എനിക്ക് അത്രേ ഉള്ളെന്ന്. അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് അമ്മയെ അതുപോലെ ടീറാക്കും ബേബും കൂടെ ഒരുമിച്ച് ഹഗ് ചെയ്യണ്. അമ്മ അങ്ങനെ സമ്മതിച്ചു. ഇനി അടുത്തത് സമ്മതിക്കാനുള്ള അച്ഛനാണ്. അച്ഛൻ എങ്ങനെയായിരിക്കും ഇതെടുക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. അവിടെ അപ്പൂപ്പനും ഫായും ആണെങ്കിൽ ഇപ്പോഴും ചെസ്സ് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് ടീറാക്കിൻ്റെ അച്ഛൻ വരുന്നു. അച്ഛനെ കണ്ടുടനെ ഫായാണെങ്കിൽ ഹലോ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനും തിരിച്ച് ഹലോയൊക്കെ പറഞ്ഞിട്ട് ടീറാക്കിൻ്റെ കയ്യിൽ സാധനങ്ങളൊക്കെ കൊടുത്തു വിടുകയാണ്. കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയം ടീറാക്കിന് ഫുഡൊക്കെ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഇവിടെ എന്താണ് ഞാൻ അറിയാതെ നടക്കുന്നത് എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ടീറാക്കിനോട് പതുക്കെ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നമ്മൾ നിൻ്റെ അച്ഛനോട് അത് റിവീൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു കേക്ക് മുറിച്ചിട്ട് പറയാമെന്ന്. അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് നിന്നെ ബേബാണല്ലേ ഇവിടേക്ക് ക്ഷണിച്ചതെന്ന്. ഡോമാണെങ്കിൽ ടെൻഷനായി വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ടീറാക്ക് പറയുന്നു ഞാനാണ് ഫായെ ക്ഷണിച്ചതെന്ന്. അപ്പം അച്ഛൻ ചോദിക്കുന്നു നീയും ഫായും അത്രയ്ക്ക് ക്ലോസ് ആണല്ലേ എന്ന്. അപ്പം ടീറാക്ക് പറയുന്നു എന്ന്. അങ്ങനെ അതിനുശേഷം ടീറാക്കും ഫായും കൂടെ പോയി കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പൂപ്പൻ കേക്ക് മുറിക്കുകയാണ്. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് അവർ കപ്പിളായിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം ടീറാക്ക് ഗ്രാൻഡ് ബയോട് പറയുകയാണ് എൻ്റെയും ഫായുടെയും പ്രസൻ്റ് ആയിരുന്നു ആ നേരത്തെ തന്ന ചെസ് ബോർഡെന്ന്. എന്നിട്ട് ഗ്രാൻഡ് ബയോട് ഐ ലവ് യു ഒക്കെ പറഞ്ഞിട്ട് ഗ്രാൻഡ് ബയെ ഹഗ് ചെയ്യുകയാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ടീറാക്കിൻ്റെ അച്ഛൻ്റെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട്. ഫായു അപ്പൂപ്പനോട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് അച്ഛൻ ചോദിക്കുന്നു അല്ല ടീറാക്ക് നീയും ഫായും എന്തിനാ ഒരുമിച്ച് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നത്, പിന്നെ നിൻ്റെ ഗേൾ ഫ്രണ്ട് എപ്പോഴാണ് വരുന്നതെന്നും ചോദിക്കുന്നു. അങ്ങനെ ടീറാക്കാണെങ്കിൽ കുറച്ച് പേടിയോടെ പറഞ്ഞു തുടങ്ങിയാണ് ഞാനും ഫായും എന്ന്. ഇത് കേട്ടിട്ട് അച്ഛൻ ചോദിക്കുന്നു നീ മൂൺഫയെ ഫാ എന്നാണോ വിളിക്കുന്നത്, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഫാ പറയുന്നു ഞാനും ടീറാക്ക് റിലേഷൻഷിപ്പിലാണെന്ന്. അച്ഛനാണെങ്കിൽ അത് വെറും ജോക്കാണെന്നുള്ള രീതിയിലാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ടീറാക്ക് പറയുന്നുണ്ട് ജോക്കൊന്നും അല്ല, ഞങ്ങളിപ്പോൾ ലവേഴ്സാണെന്ന്. ഇത് കേട്ട് ദേഷ്യം വന്ന അച്ഛൻ ചോദിക്കുന്നു നിങ്ങൾ എന്തോന്നാണ് പറയുന്നത്, പിന്നെ ഇതൊരു ബർത്ത്ഡേ പാർട്ടിയാണ് അല്ലാതെ സോപ്പ് ഓപ്പറേഷൻ അല്ല, അതുമാത്രമല്ല എങ്ങനെയാ രണ്ട് മെന്ന് റിലേഷൻഷിപ്പിലാകുന്നത്, നിങ്ങൾക്ക് വട്ടാണോ എന്നും ചോദിക്കുകയാണ്. എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട് നീ ഇത് കേട്ടില്ലേ എന്ന്. അപ്പം അമ്മയാണെങ്കിൽ എങ്ങനെയൊക്കെയോ അച്ഛനെ ഒന്ന് കാമാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഫായോട് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞിട്ട് മേശപ്പുറത്ത് കൈ കൊണ്ട് അടിച്ചിട്ട് അവിടെ നിന്ന് വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ അച്ഛൻ പോയതിന് ശേഷം അപ്പൂപ്പനും അവരെല്ലാവരും കൂടെ പറയുന്നുണ്ട് ഇപ്പം നീ വീട്ടിലേക്ക് പോ, നമ്മളിത്
ശരിയാക്കിക്കോളാം എന്ന്. അങ്ങനെ ഫായാണെങ്കിൽ ടീറാക്കിനെ ഒന്ന് നോക്കിയിട്ട് വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവേണ്. അതിനുശേഷം കാണിക്കുന്നത് വീടിനകമാണ്. അവിടെ അച്ഛനാണെങ്കിൽ ഇവർ വരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പം അമ്മയാണെങ്കിൽ ബേബിനോട് പറയുന്നുണ്ട് ടീറാക്കിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ അവർ പോകാനായിട്ട് നടക്കുന്ന സമയം അച്ഛനാണെങ്കിൽ പെട്ടെന്ന് ടീറാക്കിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് പറയാണ്, ഞാൻ പറയുന്നത് നീ കേൾക്ക്, നീ ഒരു മാനിനെ ഡേറ്റ് ചെയ്യാൻ പാടില്ലെന്ന്. ഇത് കേട്ട് ദേഷ്യം വന്ന ടീറാക്ക് പറയുന്നു, എനിക്ക് ഫായ ഇഷ്ടമാണ്, ഫ്യൂച്ചറിൽ എൻ്റെ ഫാമിലിയിലെ ഒരു പാർട്ടായിട്ട് ഫായും വേണമെന്ന്. ഇത് കേട്ട് അച്ഛൻ പറയുന്നു, നീ അവനെ ബ്രേക്കപ്പ് ചെയ്യാൻ. ടീറാക്ക് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അച്ഛൻ ഞങ്ങൾക്കൊരു ചാൻസ് തരാത്തതെന്ന്. ഇത് കേട്ട് ദേഷ്യം വന്ന അച്ഛൻ അവനോട് പറയാണ്, ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറയുകയാണ് നീ അവനെ ബ്രേക്കപ്പ് ചെയ്യാൻ. ഇത്രയും ദേഷ്യപ്പെടുന്നത് കേട്ടിട്ട് സങ്കടം വന്ന ടീറാക്കാണെങ്കിൽ പിന്നെ ഒന്നും മിണ്ടാൻ നിൽക്കാതെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി പോവുകയാണ്. ഇവൻ പോകുന്നത് കണ്ടിട്ട് അച്ഛനാണെങ്കിൽ ദേഷ്യം നിർത്താതെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ എന്ന്. അപ്പം അമ്മയാണെങ്കിൽ എങ്ങനെയൊക്കെയോ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി നിർത്തിക്കുന്നുണ്ട് വഴക്ക് പറയുന്നതൊക്കെ. അടുത്ത സീനിൽ ടീറാക്ക് ബേബിനോട് ചോദിക്കുന്നുണ്ട്, ബേബ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ബേബ് പറയുന്നു, നീ ഒന്ന് കാമാകുക, നമുക്ക് അച്ഛന് കുറച്ച് ടൈം കൊടുക്കാം, അതുപോലെ നമുക്ക് പിന്നീട് ഒന്നുകൂടി സംസാരിച്ച് നോക്കാമെന്ന്. അപ്പം അവൻ പറയാണ്, അച്ഛൻ ബോയ്സ് ലവ് സീരീസ് ഒക്കെ കാണും, പക്ഷെ അത് എൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ അച്ഛനത് മനസ്സിലാക്കുന്നില്ല. പിന്നെ എനിക്ക് ഫായ ബ്രേക്കപ്പ് ചെയ്യാനോ അവൻ്റെ ഹാർട്ട് ബ്രേക്ക് ചെയ്യാനോ പറ്റില്ലെന്ന്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ബേബ് പറയുന്നു, എനിക്ക് നീ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്, എന്തായാലും നീ ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുമെന്ന് പറയാണ്. അപ്പം ഇവർ സംസാരിക്കുന്നതൊക്കെ അവിടെ പുറത്ത് നിന്ന് അച്ഛൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സമയം അവിടെ ഫായ ആണെങ്കിൽ വീട്ടിലെത്തിയ കാര്യം പറയാനായിട്ട് ടീറാക്കിന് മെസ്സേജ് അയക്കുകയാണ്. ആ മെസ്സേജ് കാണുന്നത് ബേബ് ആയതുകൊണ്ട് അവളാണെങ്കിൽ ടീറാക്ക് ഉറങ്ങുന്ന ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ടീറാക്ക് ഉറങ്ങുകയാണ്, നീ വറിയാകണ്ടെന്ന്. അപ്പം ഫായ ആണെങ്കിൽ അത് കണ്ടിട്ട് ആ മെസ്സേജിന് റിപ്ലൈ ആയിട്ട് ഓക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഇരുന്ന് കരയുന്നുമുണ്ട്. പിറ്റേന്ന് രാവിലെ ബേബ് താഴേക്ക് വരുമ്പോൾ അച്ഛൻ പറയാണ്, ബേബ് നിൻ്റെ ബ്രദറിനെ ക്ലാസ് കഴിഞ്ഞ ഉടനെ കൃത്യസമയത്ത് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരണേ എന്ന്. അപ്പോൾ അവളാണെങ്കിൽ അത് കേട്ടിട്ട് ഓക്കെ അച്ഛാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ കുറച്ച് ഡെസേർട്ട് തയ്യാറാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അവളോട് പോകുന്നതിന് മുമ്പ് അത് എടുത്തോളാനും പറയാണ്. അപ്പോൾ അവളാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ടീറാക്കിനും കൂടെ കൊടുത്തിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ അമ്മയാണെങ്കിൽ അവളെ ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് മറ്റൊരു കവറിൽ വെച്ചേക്കുന്ന ഡെസേർട്ടും കൂടെ എടുത്ത് കൊടുക്കുകയാണ്. ഈ സമയം അവിടേക്ക് ടീറാക്ക് വരുന്നുണ്ട്. ഇവനാണെങ്കിൽ അവരോട് ഒന്നും മിണ്ടാതെയാണ് ഇറങ്ങി പോകുന്നത്. ഇത് കണ്ടുടനെ അവൻ്റെ പിന്നാലെ ബേബ് ഇറങ്ങി പോകുന്നുണ്ട്. ബേബ് പോയതിന് ശേഷം അച്ഛനോട് അമ്മ ചോദിക്കുന്നുണ്ട്, അവനെ ഈ രീതിയിൽ കാണുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണോ എന്ന്. അപ്പം അച്ഛൻ പറയുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കാരണം ഞാൻ അവനെ കെയർ ചെയ്യുന്നത് കൊണ്ടാണെന്ന്. അപ്പം അമ്മ പറയുന്നു, എനിക്കത് അറിയാം, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവനെ ഹേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, എന്തായാലും നിങ്ങൾ ഈ കാര്യം ഒന്നുകൂടി ആലോചിച്ച് നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അമ്മ പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നത്. അവിടെ ലീ ജയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയം ലീ അതുവഴി ടീറാക്ക് പോകുന്നത് കണ്ടിട്ട് ടീറാക്ക് എന്ന് വിളിക്കുകയാണ്. അങ്ങനെ ടീറാക്ക് അടുത്തേക്ക് വരുന്ന സമയത്ത് ടീറാക്കിനോട് ചോദിക്കുന്നുണ്ട്, ടീറാക്ക് നിനക്ക് എന്ത് പറ്റിയെന്ന്. ഇത് കേട്ട് ടീറാക്ക് പറയുന്നു, അത് പിന്നെ എൻ്റെ അച്ഛന് ഫായ ഇഷ്ടപ്പെട്ടില്ല, അച്ഛൻ പറയുന്നത് ഞങ്ങളോട് ബ്രേക്കപ്പ് ചെയ്യാനാണെന്ന്. ടീറാക്ക് പറയുന്നതൊക്കെ കേട്ടിട്ട് ലീ ചോദിക്കുന്നുണ്ട്, ഫാക്ക് ഇതറിയാമോ എന്ന്. അപ്പം ടീറാക്ക് പറയുന്നു ഇല്ലെന്ന്. ഈ സമയം തന്നെ അവിടേക്ക് ജയ് വന്നിട്ട് ടീറാക്കിനോട് ചോദിക്കുന്നുണ്ട്, ടീറാക്ക് നിനക്ക് എന്ത് പറ്റിയെന്ന്. അപ്പം ലീ ആണെങ്കിൽ ജയ്യോട് കാര്യം പറയാണ്. അപ്പം ജയ് ടീറാക്കിനോട് പറയുന്നുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട് നിനക്ക് ഫാക്ക് എന്തായാലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന്. ഈ സമയം തന്നെ ടീറാക്കിനെ ഫാ കോൾ ചെയ്യാണ്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതായിട്ടാണ്. അപ്പം ടീറാക്ക് ഫായോട് ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ അച്ഛനോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പം ഫാ പറയുന്നു, എനിക്ക് ദേഷ്യമൊന്നും ഇല്ലെന്ന്. അപ്പം അവൻ പറയാണ്, ഇപ്പം അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളോട് ബ്രേക്കപ്പ് ചെയ്യാനെന്ന്. അപ്പം ഫാ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ബ്രേക്കപ്പ് ചെയ്യണമെന്നുണ്ടോ എന്ന്. അപ്പം ടീറാക്ക് പറയുന്നു, അങ്ങനെയൊന്നുമില്ല, എനിക്ക് നിന്നെ വേദനിപ്പിക്കാനൊന്നും പറ്റില്ല, എനിക്ക് തോന്നുന്നത് നമുക്ക് അച്ഛനോട് ഒന്നുകൂടി സംസാരിച്ച് നോക്കാമെന്നാണ്, കാരണം ഒരുപക്ഷെ പെട്ടെന്ന് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞത് കൊണ്ടായിരിക്കാം അത് അച്ഛൻ മനസ്സിലാക്കാത്തതെന്ന്. അപ്പം ഫാ പറയുന്നു, നമ്മൾ ഒരുമിക്കാനായി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്. അപ്പം ടീറാക്ക് ഇത് കേട്ടിട്ട് ഫായോട് ഐ ലവ് യു ഫാ എന്ന് പറയാണ്. അപ്പം തിരിച്ച് ടീറാക്കിനോട് ഫായും പറയുന്നുണ്ട് ഐ ലവ് യു ടു ടീറാക്ക് എന്ന്. പിന്നെ കഴിക്കുന്ന സമയത്താണ് ടീറാക്കും ബേബും വീട്ടിലേക്ക് വരുന്നത്. അമ്മയോട് മിണ്ടിയിട്ട് ടീറാക്ക് വിശപ്പില്ല, ഞാൻ കിടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകുകയാണ്. ഇത് കാണുന്ന അച്ഛൻ പറയുന്നുണ്ട്, ഫുഡിനോട് വാശി കാണിക്കാതെ വന്ന് കഴിക്കാൻ. അങ്ങനെ അവൻ കഴിക്കാനിരിക്കുന്നുണ്ട്. ഈ സമയം അച്ഛനാണെങ്കിൽ ബേബിനോട് പറയാണ്, ബേബ് നീ ഈ വീക്ക് ഡോമിനോടൊപ്പം പോകണം, ഞാൻ ടീറാക്കിനെ കോളേജിൽ
കോളേജിലേക്ക് കൊണ്ടാക്കുകയും വിളിച്ചുകൊണ്ട് വരികയും ചെയ്തോളാമെന്ന്. അപ്പോൾ ബേബാണെങ്കിൽ ആ ശരിയെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ടീറാക്കാണെങ്കിൽ അച്ഛനോട് ഫായെ പറ്റി സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നു, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ എനിക്കതിനെപ്പറ്റി വീണ്ടും സംസാരിക്കാൻ താല്പര്യമില്ല. ഞാനിത് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ നിന്നെ കെയർ ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ഈ വീക്ക് ഞാൻ ടൗണിലേക്ക് പോകുന്നില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ സ്റ്റേ ചെയ്യുമെന്ന്. ടീറാക്കിനെ ആണെങ്കിൽ അവൻ്റെ മുന്നിലിരിക്കുന്ന ഫുഡ് കഴിക്കാൻ പോലും തോന്നുന്നില്ല അച്ഛൻ്റെ സംസാരം കേട്ടിട്ട്. പിറ്റേന്ന് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ടീറാക്കിനെ കോളേജിലേക്ക് കൊണ്ടാക്കിയാണ്. ടീറാക്കിനോട് പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, ടീറാക്ക് വൈകിട്ട് നിൻ്റെ ക്ലാസ് കഴിയുന്ന കൃത്യസമയം തന്നെ ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരാം, പിന്നെ നീ നല്ലതുപോലെ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവേണ്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ഓക്കെയും പറയുന്നുണ്ട്. പിന്നെ ടീറാക്കാണെങ്കിൽ ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അച്ഛൻ വന്നിട്ട് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുന്നു. അപ്പോഴും ടീറാക്ക് പറയുന്നത്, അച്ഛൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അത് പിന്നെ ഞാനും ഫായും എന്ന് പറയുമ്പോൾ തന്നെ അച്ഛൻ പറയുന്നു, ടീറാക്ക് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. അച്ഛൻ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ടീറാക്കിനെ കൂടുതൽ വിഷമത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ടീറാക്ക് വീട്ടിൽ താഴെ ഇരിക്കുന്ന സമയം അവിടേക്ക് ബേബ് വന്നിട്ട് പപ്പിക്ക് ഒരു ചെയിൻ വാങ്ങാൻ നീ എന്നോടൊപ്പം വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ടീറാക്ക് പറയുന്നു, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ അച്ഛനോടൊപ്പം നിൽക്കാം, നീ പൊയ്ക്കോ എന്ന്. അപ്പോൾ അവൾ ആക്ഷൻ കാണിക്കുന്നുണ്ട്, എൻ്റെ കൂടെ വാടാ എന്ന്. അപ്പോൾ ടീറാക്കാണെങ്കിൽ അച്ഛൻ എന്ന് കാണിക്കുമ്പോഴത്തേക്ക് അവളാണെങ്കിൽ അച്ഛനോട് പെർമിഷൻ ചോദിക്കുന്നു. അച്ഛൻ പറയുന്നു, ആ നീ പൊയ്ക്കോ, അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളെന്ന്. അപ്പോൾ ബേബാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇനി അവിടെ നിന്ന് അച്ഛൻ്റെ മനസ്സ് മാറുമെന്ന് ചിന്തിച്ചിട്ടാകാം പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോയത്. മാളിലെത്തിയിട്ടും ടീറാക്കാണെങ്കിൽ നല്ല വിഷമത്തോടെ തന്നെയാണ് നടക്കുന്നത്. ഇത് കണ്ടിട്ട് ഡോം ചോദിക്കുന്നുണ്ട്, ബേബ് ടീറാക്ക് ഓക്കെ ആണോ എന്ന്. അപ്പോൾ ബേബ് പറയുന്നു, അല്ലടാ, അച്ഛൻ അവന് ഒരിടത്ത് പോകാനും സമ്മതിക്കുന്നില്ലെന്ന്. അപ്പോൾ ഡോം ടീറാക്കിനടുത്തേക്ക് ചെന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ടീറാക്ക് നിനക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടോ, എന്നാൽ ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് ആർട്ട് ഗാലറിയിലേക്ക് പോകണമെന്ന്. അപ്പോൾ അവർ പറയുന്നു, ആ ശരിയെന്ന്. അങ്ങനെ ഡോമും ടീറാക്കും ആദ്യം പോകുന്നുണ്ട്. ബേബാണെങ്കിൽ ആർക്കോ മെസ്സേജ് അയച്ചിട്ട് പറയണേ, ഞങ്ങളിവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ എന്ന്. അങ്ങനെ ആർട്ട് ഗാലറിയുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ടീറാക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ലേ എന്ന്. അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് മീറ്റ് ബോൾ വേണം, അതുകൊണ്ട് നീ പോയി കാണ്, ഞങ്ങൾ പിന്നീട് വരാമെന്ന് പറയുന്നു. ടീറാക്ക് അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞ് ബേബ് പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമല്ല ഇതുപോലെ അവൻ സാഡായിട്ട് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഡോം പറയുന്നു, എനിക്ക് പ്രതീക്ഷയുണ്ട് ഇന്ന് അവൻ ചിരിക്കുമെന്ന്. ഈ സമയം അവിടേക്ക് ഫാ വരെയാണ്. ഫായ്ക്കാണ് നേരത്തെ ബേബ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ ഫായാണെങ്കിൽ പറയുന്നുണ്ട് താങ്ക്സ് എന്ന്. അപ്പം ഡോം പറയുന്നു, ഫ്രണ്ട്സിന് വേണ്ടി ഇതെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന്. അപ്പോൾ ബേബ് പറയുകയാണ് അവനോട്, നീ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി എടുക്കണേന്ന്. അപ്പോൾ ഫായാണെങ്കിൽ അവരോട് ഓക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. ഈ സമയം ടീറാക്കാണെങ്കിൽ അവിടെയുള്ള ഓരോ ആർട്ടായിട്ട് കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഈ സമയം ഒരു വാക്യം വായിക്കുന്നുണ്ട്, ഗുഡ് ബൈ മൈ ലവ് എന്ന്. അതുകൂടെ വായിച്ചു കഴിയുമ്പോൾ അവന് കുറച്ചുകൂടെ സങ്കടം വരുന്നുണ്ട്. അങ്ങനെ നടന്നിട്ട് നേരെ നോക്കുമ്പോൾ അവിടെ ഫാ നിൽക്കുന്നത് കാണുന്നു. പെട്ടെന്ന് തന്നെ അവൻ ഫായുടെ അടുത്തേക്ക് പോവുകയാണ്. ഫായാണെങ്കിൽ അവനെ കണ്ടുടനെ ഐ മിസ് യു എന്ന് പറയുന്നുണ്ട്. ടീറാക്കാണെങ്കിൽ ഫായെ ഹഗ് ചെയ്തിട്ട് ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ ഹഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ടീറാക്കിനോട് ഫാ പറയാണ്, വാ നമുക്ക് പോകാമെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നുണ്ട് എവിടെയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, നമുക്ക് പടം വരയ്ക്കാൻ പോകാമെന്നും പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ടീറാക്ക് അവിടെ എത്തിയിട്ട് പടം വരയ്ക്കുകയാണ്. ഫായാണെങ്കിൽ ടീറാക്കിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. പടം വരച്ച് കഴിഞ്ഞ് ടീറാക്ക് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഫാ പറയുന്നു, ആ നന്നായിട്ടുണ്ടെന്ന്. പിന്നെ ആ പെയിൻറ്റിങ്ങും കൊണ്ട് അവരൊരു കായലിനടുത്ത് പോയിരിക്കുകയാണ്. ഫാ ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ ബെറ്റർ ആയിട്ട് ഫീൽ ആകുന്നുണ്ടോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അതെ, ഞാൻ നല്ല സന്തോഷവാനാണ്, അതിൻ്റെ കാരണം എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞതാണെന്ന്. അപ്പോൾ ടീറാക്കിനോട് ഫായും പറയുന്നുണ്ട്, ഞാനും ഇപ്പം നല്ല ഹാപ്പിയാണെന്ന്. എന്നിട്ട് അവൻ ഇങ്ങനെയോടെ പറയുന്നുണ്ട്, എനിക്ക് സന്തോഷം തോന്നുന്നു ബേബിനോട് ഹെൽപ്പ് ചോദിച്ചതിനെന്ന്. ഇത് കേട്ടിട്ട് ടീറാക്ക് ചോദിക്കുന്നു, ഇത് നിങ്ങളുടെ പ്ലാൻ ആയിരുന്നോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, അതെ, ഞാൻ അവളോട് ചോദിച്ചിരുന്നു നിന്നെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമോ എന്ന്, കാരണം ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്തു എന്ന്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ഫായോട് പറയണു, സോറി ഫായ്, എനിക്ക് നമ്മളെക്കുറിച്ചുള്ള കാര്യം അച്ഛനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ ഫായാണെങ്കിൽ ടീറാക്കിൻ്റെ കൈ പിടിച്ചിട്ട് അവൻ്റെ നെറ്റിയിൽ ഒരു കിസ് കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, നീ ടയേർഡായോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, ഞാൻ ടയേർഡൊന്നും അല്ല, ഞാൻ എന്തായാലും ഈ കാര്യത്തിൽ നിന്ന് ഗീവ് അപ്പ് ചെയ്യില്ലെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ടീറാക്കാണെങ്കിൽ ഫായെ ഹഗ് ചെയ്യുന്നുണ്ട്. അവിടെ അച്ഛനാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അമ്മയും അപ്പൂപ്പനും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അച്ഛൻ അമ്മയുടെ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്ക് അമ്മയാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ, ഞാൻ ഇതെല്ലാം ചെയ്യുന്നതിന് കാരണം എനിക്ക് അവനൊരു നല്ല ഫാമിലി കിട്ടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അമ്മ ചോദിക്കുന്നു, എന്ത് മൂൺഫ നല്ല ആളല്ലേ എന്ന്. അപ്പോൾ അച്ഛൻ പറയുന്നു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ലെന്ന്. അപ്പം അമ്മ പറയാണ്, അങ്ങനെയല്ല, അവ ഇപ്പം മെച്ചോർഡാണ്,
അവൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്യാൻ നമ്മൾ അവനെ അനുവദിക്കണം. നിങ്ങൾക്ക് പേടിയാണെന്ന് എനിക്കറിയാം, പക്ഷെ അവൻ എന്ത് ഹാപ്പി ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങൾക്കത് കണ്ടിട്ട് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന്. അപ്പോൾ അപ്പൂപ്പന് നല്ല ദേഷ്യപ്പെട്ട് എന്നെ പറയുന്നുണ്ട്. ഞാനും അതിനോട് യോജിക്കുന്നുണ്ട്. നീ ഇപ്പം അവനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ്, അവൻ നിൻ്റെ മകനല്ലേ. അപ്പോൾ അപ്പൂപ്പനും കൂടെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അച്ഛനാണെങ്കിൽ സങ്കടം വന്നിട്ട് അച്ഛൻ കരയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നത് നമുക്ക് എന്തായാലും അവനൊരു ചാൻസ് കൊടുക്കാം, അവൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കണമെന്ന് അവൻ തന്നെ ഡിസൈഡ് ചെയ്യട്ടെ. നമ്മുടെ മകനെ കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും മോശമായിട്ടുള്ള ഒന്നും വരില്ല, നിങ്ങൾക്കത് പ്രൗഡായിട്ടേ വരുവുള്ളെന്ന്. അങ്ങനെ ഒരുപാട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് അച്ഛന് തന്നെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ടീറക്കും ഫായും കൂടെ കോളേജിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ടാണ്. ഈ സമയം അവിടെ അച്ഛൻ നിൽക്കുന്നത് കണ്ടിട്ട് ഫായ ആണെങ്കിൽ ടീറക്കിനോട് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഫാ പോയതിന് ശേഷം ടീറാക്ക് അച്ഛനെ കണ്ടിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരെയാണ്. അപ്പോൾ അച്ഛൻ അവനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു നല്ലതായിട്ട് പോകുന്നെന്ന്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് പിന്നെ അത് ആരാ നിൻ്റെ കൂടെ ഇവിടേക്ക് വന്നത്, ഞാൻ അയാളുടെ ബേക്ക് മാത്രമേ കണ്ടോളെന്ന്. അപ്പോൾ ടീറാക്ക് കുറച്ച് നേരം ഒന്ന് ചിന്തിച്ചിട്ട് പറയുന്നു അത് ഫായാണെന്ന്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് നിനക്ക് അവനെ കുറേ നാളായിട്ട് അറിയാമോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു അറിയാം, പക്ഷേ ഞങ്ങൾ ക്ലോസ് ആയത് അവൻ എന്നെ ഹെൽപ്പ് ചെയ്തപ്പോഴാണെന്ന്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നു അവൻ നിന്നെ ഹെൽപ്പ് ചെയ്തോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു അതേ അച്ഛൻ അറിയാമല്ലോ, എങ്ങനെ നോ പറയണമെന്ന് എനിക്ക് അറിയത്തില്ലെന്ന്, അതുകൊണ്ട് തന്നെ അതെനിക്ക് കുറച്ച് പ്രോബ്ലംസ് ആയിട്ടും ഉണ്ട്. ആ സമയത്ത് ഫായാണ് എന്നെ പഠിപ്പിച്ചത് നമ്മളെയാണ് കൂടുതൽ കെയർ ചെയ്യേണ്ടതെന്ന്, അതുപോലെ എൻ്റെ ലൈഫ് ഹാപ്പി ആകാൻ കാരണമേ അവനാണെന്ന്. അങ്ങനെ ടീറാക്ക് പറഞ്ഞതിന് ശേഷം എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ ടീറാക്കിൻ്റെ തലമുടിയിൽ തടവിയിട്ട് പറയാണ് സോറി മോനെ, സോറി, ഞാൻ നീ പറയുന്നത് കേൾക്കാതിരുന്നതിന്. എനിക്ക് നീ ഇനിയും ചിരിക്കുന്നത് കാണണം, അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണണം. അതുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ മുതൽ നിനക്ക് എന്താണോ വേണ്ടത് അത് നീ ചെയ്യും, നീ നിൻ്റെ ഹാർട്ടിനെ ഫോളോ ചെയ്ത് പോകണം. പിന്നെ ഫാ നിന്നെ ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്നോട് പറയാവുന്നതുമാണെന്ന്. അച്ഛൻ പറയുന്നതൊക്കെ കേട്ട് സങ്കടം വന്ന ടീറാക്കാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അച്ഛനെ ഹഗ് ചെയ്തിട്ട് എന്നെ മനസ്സിലാക്കിയതിന് താങ്ക്സ് അച്ഛ എന്ന് പറയാണ്. അങ്ങനെ അച്ഛനാണെങ്കിൽ അവൻ്റെ തലയിൽ ഒരു കിസ് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ അവരെ രണ്ടുപേരെയും പിണക്കമൊക്കെ തീരെയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് കാണുന്ന അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാകുകയാണ്. അങ്ങനെ വന്നുടനെ ടീറാക്ക് പറയാണ് അച്ഛൻ എൻ്റെ തലയിൽ കിസ് ചെയ്തെന്ന്. അതും വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. എന്നിട്ട് അമ്മയുടെ അടുത്ത് പോയി അമ്മയെ ഹഗ് ചെയ്തിട്ട് പറയുന്നുണ്ട് താങ്ക്സ് അമ്മ എന്നെ മനസ്സിലാക്കിയതിനെന്ന്. അപ്പം അമ്മ പറയുന്നു നീ എൻ്റെ മോനല്ലേ, അപ്പം നിന്നെ എനിക്ക് മനസ്സിലാക്കാതിരിക്കാൻ പറ്റുമോ എന്ന്. എന്നിട്ട് അമ്മയാണെങ്കിൽ അച്ഛനോട് താങ്ക്സ് പറഞ്ഞിട്ട് പറയണേ എന്തായാലും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയല്ലോ, അതുകൊണ്ട് നമുക്ക് നാളെ ഫായ ഡിന്നറിന് ക്ഷണിച്ചാലോ എന്ന്. അപ്പം അച്ഛൻ ചോദിക്കുന്നു നാളെയോ, നാളെ എനിക്ക് വർക്കുണ്ടെന്ന്. അപ്പം അമ്മ പറയുന്നു നിങ്ങൾ ജോലിക്ക് പോയിക്കോ, പോയിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കാമെന്ന്. അപ്പം അച്ഛൻ പറയുന്നു എന്നാൽ ശരിയെന്ന്. അപ്പം ടീറാക്ക് പറയുന്നു ഞാൻ എന്തായാലും ഫായോട് ഇതിനെപ്പറ്റി പറയാമെന്ന്. എന്നിട്ട് അവർ 3 പേരും കൂടി ഹഗ് ചെയ്യണേ. അങ്ങനെ ഇവരിങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്നത് കണ്ടോണ്ട് വരുന്ന ബേബാണെങ്കിൽ സന്തോഷം കൊണ്ട് കരയാണ്. അങ്ങനെ ഇവള് കരയുന്നത് കണ്ടിട്ട് അവർ 3 പേരും ആണെങ്കിൽ ഇവളെ സമാധാനപ്പെടുത്താനായിട്ട് ഹഗ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അവരെ ഫാമിലിയിൽ വീണ്ടും പ്രശ്നങ്ങളൊക്കെ തീർന്ന് സന്തോഷം വന്നിരിക്കുകയാണ്. ടീറാക്ക് ഫാക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു നീ നാളെ ഫ്രീ ആണോ, എൻ്റെ അമ്മ നിന്നെ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഫാ പറയുന്നു ഞാൻ വരാം, പിന്നെ നീ ഓക്കെ ആണോ എന്നും ചോദിക്കുന്നു. അപ്പോൾ ടീറാക്ക് പറയുന്നു ഞാൻ നല്ലതുപോലെ ഓക്കെ ആണെന്ന്. പിറ്റേന്ന് ഫാ അങ്ങനെ ടീറാക്ക് പറഞ്ഞതുപോലെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അപ്പൂപ്പനാണെങ്കിൽ വയ്യാതെ പുറത്ത് വീണ് കിടക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കുന്നുമുണ്ട്.